എങ്ങനെയാണ് ഈ സെപ്റ്റംബർ 1 വിധി അധ്യാപകരെ ബാധിക്കുന്നത്? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവെന്ന് പറയുന്നത് 2009 നിലവിൽ വന്ന RTE ആക്ടുമായി ബന്ധപ്പെട്ടിട്ടാണ്. സുപ്രീം കോടതിയിൽ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്ന കേസിന്റെ ഒരു പരിസമാപ്തി എന്നുള്ള രീതിയിലുള്ള ഒരു വിധിയാണ് ശരിക്കും ഇത്. അതായത് ഈ ഒരു വിധി പ്രകാരം കേരളത്തിൽ നിലവിലുള്ള അധ്യാപക സമൂഹത്തെ 3 തലത്തിൽ നിലനിർത്തിക്കൊണ്ട് വേണം ഇതിന് ഞാനൊരു മറുപടി പറയാൻ. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു കാറ്റഗറി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് 5 വർഷത്തിൽ താഴെ വിരമിക്കാൻ 5 വർഷത്തിൽ താഴെയുള്ള ഒരു വിഭാഗം. 5 വർഷത്തിൽ താഴെയുള്ള വിഭാഗമാണെങ്കിൽ കൂടെ അവർക്ക് പ്രൊമോഷൻ സാധ്യതയുള്ള മറ്റൊരു വിഭാഗം. 5 വർഷത്തിലധികം സർവീസ് കാലാവധിയുള്ള മൂന്നാമത്തെ ഒരു വിഭാഗം. ഇങ്ങനെ 3 വിഭാഗങ്ങളായി തിരിച്ചിട്ടാണ് ശരിയായ രീതിയിൽ നമുക്ക് ഈ ഒരു വിധിയെ നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റുന്നത്. 5 വർഷത്തിൽ താഴെ കാലാവധിയുള്ള അധ്യാപകർക്ക് ഈ വിധി പ്രകാരം സുപ്രീം കോടതിയുടെ സ്പെഷ്യൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സർവീസിൽ തുടരാം എന്നുള്ളൊരു ഓർഡറാണ് കൊടുത്തിട്ടുള്ളത്. അത് പ്രകാരം അവർക്ക് ഇനി എന്ത് വേണ്ട, ടെറ്റ് യോഗ്യത നേടേണ്ടതില്ല. പക്ഷേ 5 വർഷത്തിൽ താഴെയാണ് അവർക്ക് വിരമിക്കാനുള്ള കാലാവധി. പക്ഷേ അവർക്ക് പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ആ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ UP നിന്ന് ഹൈസ്കൂളിലേക്കാകാം, ഇനി അതല്ല ഹെഡ് മാസ്റ്റർ പോസ്റ്റിലേക്കാകാം. അങ്ങനെയുള്ള പ്രൊമോഷനുകൾ ആവശ്യമുള്ള ആളുകൾ കൃത്യമായിട്ട് അധ്യാപകർ കൃത്യമായിട്ടും ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെറ്റ് യോഗ്യത നേടിയിരിക്കണം. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗത്തിൽപ്പെടുന്നത് 5 വർഷത്തിലധികം സർവീസിലുള്ള ആളുകൾ എന്നുള്ളതാണ്, അധ്യാപകർ എന്നുള്ളതാണ്. ആ അധ്യാപകർക്ക് നിർബന്ധമായിട്ടും ടെറ്റ് യോഗ്യത 2 വർഷത്തിൻ്റെ ഉള്ളിൽ നേടണം എന്നാണ് സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അതായത് 2027 സെപ്റ്റംബർ 1 ടെറ്റ് യോഗ്യത നേടാത്തവർ നിർബന്ധിതമായിട്ട് ആനുകൂല്യങ്ങൾ വാങ്ങി പിരിഞ്ഞു പോകേണ്ടതാണ് എന്നുള്ള ഒരു വിധിയാണ് ഇപ്പം വന്നത്. അതാണ് ശരിക്കും ഈ അധ്യാപക സമൂഹത്തിൽ ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ളത്.